80s നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ എത്ര 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 സിനിമകൾ നമുക്ക് ആലോചിച്ചാൽ വലിയ ഹരമായിരുന്നു മോഹൻലാൽ സിനിമകൾ. ആസിഫ് അലി തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതലും ചെയ്തിരിക്കുന്നത്. ആസിഫ് അലിയുടെ കൂടെ തന്നെയാണ്. കുറേയൊക്കെ ചിരിയൊക്കെ ഒരേപോലെ തോന്നാറുണ്ട് എന്ന് പറയാറുണ്ട്. ആ ഡാൻസിന്റെ ഡാൻസിന്റെ കമന്റ്സ് ചിലതൊക്കെ വളരെ ബോറായിരുന്നു. കൂടുതൽ വായിച്ചാൽ നമുക്ക് വിഷമം. നെപ്പോ മമ്മിയാണ് മലയാളത്തിലെ അത് കേട്ടപ്പോ എന്ത് തോന്നി? ഞാൻ അങ്ങനെ ഒരു ഓഡിഷൻ വന്നു, ഞാൻ ചെയ്തു. അവളുടെ വഴിയിൽ അവള് ചെയ്തു. രായട്ടന്റെ വഴി ഓഡിഷന് പോയി. മറ്റേ ആൾക്ക് സിനിമ വേണ്ട എന്ന് പറഞ്ഞു. ആൻറ്റി ദിസ് ഇസ് മൈ നമ്പർ, കീപ് ഇറ്റ്. നമ്മൾ കോ ആക്ടേഴ്സ് അല്ലേ, വേറെ ആരും ഇതുവരെ എന്നോടാണ്. ഏതൊരു ആക്ട്രസിനെയാണ് എനിക്ക് ഇന്നയാളെ പോലെ ആയാൽ കൊള്ളാം? കൽപ്പന ഉർവശി തന്നെയാണ്. ഹൃദയം എനിക്ക് നല്ല ഇഷ്ടമാണ്. അവളുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ പാട്ടാണ് റിംഗ് ടോൺ ആക്കി. വീട്ടിൽ ആരാ കുറച്ച് കുറുമ്പ് കൂടുതൽ? അത് ഞാനായിരിക്കും. മോ ഹാപ്പിയാണോ? ഹലോ, ഹായ്, നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മോളിവുഡിലെ ഏറ്റവും ഹാപ്പി ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു അമ്മയാണ്. സോ ലെറ്റ്സ് വെൽക്കം നീരജ രാജേന്ദ്രൻ മാം. ഞാൻ എന്താ വിളിക്കേണ്ട, അമ്മ എന്ന് വിളിക്കണോ ചേച്ചി? അമ്മ അതായിരിക്കും എനിക്കും കുറച്ച്. നമുക്ക് മലയാളികളുടെ ഒരു ഹാപ്പി ആയിട്ടുള്ള അമ്മയാണ്. സോ മാമിനെ എപ്പോൾ കണ്ടാലും മാം ഭയങ്കര ജിലായിട്ടാണ് നിൽക്കുന്നത്. എന്താണ് ആ ഒരു എനർജിയുടെ രഹസ്യം? പൊതുവേ ഞാൻ അങ്ങനെ തന്നെയാണ്, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. അപ്പം ലൈഫിൽ ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു ഇഷ്യൂ വരുമ്പോഴേക്ക് എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് വയ്യ, എനിക്ക് സങ്കടങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു തലമുറയാണ് ഇപ്പം ഉള്ളത്. അപ്പം ആ ഒരു തലമുറയിൽ മാം ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ജനറേഷനോട് എന്താ പറയാനുള്ളത്? ചെറിയ കാര്യങ്ങളിൽ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട കാര്യമില്ല. ശരിക്കും നമുക്ക് എത്രയോ നന്മകളുണ്ട്. അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞാലൊരു ഹോസ്പിറ്റലിൽ പോവാണ്, നമ്മൾ അവിടെ ചെന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഓരോരുത്തരെയും കാണുമ്പോൾ നമ്മളെയും കൂടി അനലൈസ് ചെയ്ത് നോക്കിയാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാന്ന് മനസ്സിലാവും ശരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കണം, ഉള്ള ഈ സമയം സന്തോഷിച്ചൂടെ? സന്തോഷിക്കുക. അപ്പം മാം എപ്പോഴും ഹാപ്പിയാണ്, ചുറ്റുമുള്ളവരെ ഹാപ്പിയാക്കി വെക്കുന്നത്. അപ്പം വീട്ടിൽ സത്യം പറഞ്ഞാൽ ഒരു സ്റ്റാർ ഫാമിലിയാണ്. അപ്പം മാമിൻ്റെ അച്ഛനെ നോക്കിയാലും ഒരു ഹിന്ദി പ്രൊഫസറായിരുന്നു. പിന്നെ ചേട്ടൻ ഡോക്യുമെന്ററീസ്, ഹസ്ബൻഡ് ആണെങ്കിലും ഈ ഒരു കലാ ഫീൽഡ് തന്നെയാണ്. പിന്നെ മക്കളെ കാര്യം പിന്നെ പറയണ്ട, ദർശന മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ, ഭാവനയാണെങ്കിൽ തിയേറ്റർ. അപ്പം നിങ്ങൾ വീട്ടിൽ ഒത്തുകൂടുന്ന സമയത്ത് എന്താ മെയിനായിട്ട്, കല തന്നെയാണോ സംസാരം അതോ? അങ്ങനെയല്ല, ഞങ്ങളെല്ലാം വർത്താനം പറഞ്ഞാൽ ഞങ്ങൾ അടിയുണ്ടാക്കും, എല്ലാം ഉണ്ട്. വീട്ടിൽ ആരാ കുറച്ച് കുറുമ്പ് കൂടുതൽ? അത് ഞാനായിരിക്കും. സാധാരണ മക്കൾക്കാണ് കുറുമ്പ് കൂടുതൽ. അവിടെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രായം കുറവ് എനിക്കാണ്. അതാണ് ഏജിൻ റിവേഴ്സ് ഗിയർ ആണോ അതോ പണ്ട് മുതലേ ഈ കുറുമ്പ്? അതെ. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രിക്ട്നെസ്സിൽ വളർന്ന് ഒരു ഫ്രീഡം വേണം അങ്ങനെ ആയിട്ടാണോ ഈ ഒരു കുറുമ്പും, അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്? അതെ, എല്ലാം എനിക്ക് വേണ്ടതൊക്കെ അന്ന് ചെയ്യും. ഞാനും അത് അനിയെത്തിയത്. പക്ഷെ എനിക്ക് ഇതുവരെ അച്ഛൻ്റെ ഒരു അടി പോലും കിട്ടിയിട്ടില്ല കേട്ടോ. അതൊരു പ്രത്യേകത. അനിയത്തിക്കും ചേട്ടനും അടിയും കിട്ടിയിട്ടുണ്ട്, വഴക്കും കിട്ടിയിട്ടുണ്ട്. ഞാനെന്താ വെച്ചാൽ അങ്ങനെ തർക്കുത്തരം പറയൽ കുറവാണ്. അത് കാരണം എനിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല. ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും. അച്ഛൻ കൂട്ടുകാരുടെ വീട്ടിലേക്ക് വിടില്ല, ബന്ധുക്കളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പക്ഷെ ഞങ്ങളെല്ലാവരും എല്ലാം ചെയ്യും. അതൊന്നും വീട്ടിലറിയില്ലെന്നേ ഉള്ളൂ. ആ കാലത്ത് സിനിമകൾക്ക് ഒരുപാട് കൊണ്ടുപോയിരുന്നു. എന്താ അച്ഛന് എന്തായിരുന്നു സിനിമകളോട് ഇത്ര ഇഷ്ടം വരാൻ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അച്ഛൻ ഇപ്പം കോളേജിൽ ടീച്ചേഴ്സ് എല്ലാവരോടും ചോദിക്കും, ഇത് കുട്ടികളെ കാണിക്കാൻ പറ്റുന്ന സിനിമയാണോ എന്ന് പറഞ്ഞാൽ വരുന്ന എല്ലാ സിനിമകളും ഞങ്ങൾ കാണാറുണ്ട്. അന്ന് കണ്ടേല് മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫിലിം ഫീൽഡ് അല്ലെങ്കിൽ ഒരു കല എന്നുള്ളത് പണ്ടേ ഒരു സ്വപ്നമായിരുന്നല്ലോ, അങ്ങനെ ഒരു സ്വപ്നം അതിന് ചിറക് വെക്കാൻ കാരണമായിട്ടുള്ളൊരു സിനിമ ഏതായിരിക്കും? അങ്ങനെ ഒരു സിനിമ എന്നൊന്ന് പറഞ്ഞുകൂടാ. ഇപ്പം 80s നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ എത്ര 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 സിനിമകൾ നമുക്ക് ആലോചിച്ചാൽ ഈ പറഞ്ഞ ഹാപ്പിനെസ് കിട്ടുന്ന എത്ര സിനിമകളുണ്ട്. അന്നതൊരു വലിയ ഹരമായിരുന്നു മോഹൻലാൽ സിനിമകൾ കാണാൻ. മോഹൻലാൽ MG കോളേജിലുമാണ് പഠിച്ചിരുന്നത്. അപ്പം അന്ന് നമുക്ക് നാടകങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. ചേട്ടൻ അവിടെയാണ് പഠിച്ചിരുന്നത്, അച്ഛൻ അവിടെയായിരുന്നു. അപ്പോൾ അങ്ങനെ അറിയായിരുന്നു അങ്ങനെ. അപ്പം അപ്പോഴൊക്കെ നമ്മൾ തോന്നിയിട്ട് നമ്മളുടെ ഇടയിൽ നിന്ന് ഒരാൾ സിനിമയിലേക്ക് വരിക എന്നുള്ളതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അക്കാലത്ത് മോഹൻലാലിൻ്റെ ഇറങ്ങിയ സിനിമകളെല്ലാം കണ്ടിട്ട് എല്ലാം ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അതിലും മുമ്പ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും കുട്ടിക്കാലത്ത് ഓർമ്മയുള്ളത് പൂമ്പാറ്റ, രാഗം, അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന. അന്നൊക്കെ ഓണത്തിനൊരു റിലീസ് ഉണ്ടാവും, അങ്ങനെ കണ്ടിരിക്കുന്നതാണ് രാഗം. ഇന്നും അതേ ഒരു എനർജിയിലാണ് സിനിമകളൊക്കെ കാണാൻ പോവാ?
ഇപ്പോൾ ഇപ്പം ഈ കൊറോണ വരുന്നതിന് മുമ്പ് തേഴ്സ്ഡേ ഫ്രൈഡേ എല്ലാ തിയേറ്ററിൽ ഉണ്ടാവും, ഉറപ്പാണ്. എനിക്കിങ്ങനെ എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് നല്ലതായാലും ചീത്തയായാലും നമ്മൾ കണ്ട് നമുക്ക് സ്വയം തീരുമാനിക്കാമല്ലോ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിരിക്കണം. എന്താ വെച്ചാൽ എനിക്ക് വേറൊരാൾ അഭിപ്രായം പറഞ്ഞിട്ട് അതും കൊണ്ട് കാണാൻ പോവാൻ ഇഷ്ടമല്ല. ഞാൻ തന്നെത്താൻ തീരുമാനിക്കും. അതായത് ഇപ്പം കാണുമ്പോൾ നമ്മൾ ഹാപ്പിനെസ്സിന് വേണ്ടി കാണാമെന്നറിയല്ലോ. അപ്പം എന്റർടൈൻമെന്റ് മാത്രമേ കാണുള്ളൂ എന്നുണ്ടോ? എല്ലാം കാണും. വളരെ സീരിയസ് ആയിട്ടുള്ള എത്രയോ മൂവീസ് കണ്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടൊരു ജോണർ ചോദിച്ചാൽ ഏതായിരിക്കും? നമുക്ക് എപ്പോഴും സന്തോഷം കണ്ടുവരാനാണ് ഇഷ്ടമെങ്കിലും എന്നോട് പാട്ടും സിനിമയും ഒരുപാട് ഡെപ്ത് ഉള്ള സിനിമകൾ കാണാൻ തന്നെയാണ് ഇഷ്ടം. അല്ലാതെ അടിപൊളി തന്നെ കാണണം എന്നില്ല. ഇപ്പം മലയാള സിനിമ ഒരു വലിയ ചേഞ്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ദർശനേ ഉള്ളത്. അപ്പം ദർശനയുടെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ വാരി വലിച്ച് ചെയ്യുന്ന ഒരു ആക്ട്രസ് അല്ല, ഭയങ്കര ചൂസിയാണ്. അപ്പം അങ്ങനെ ഭയങ്കര ചൂസിയാണെന്ന് തോന്നിയിട്ടുണ്ടോ ശരിക്കും? നിനക്ക് കുറച്ചുകൂടെ പടങ്ങൾ ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് കുറച്ചുകൂടെ പടങ്ങൾ ചെയ്തുകൂടെ എന്ന് ചോദിക്കാറില്ലെങ്കിലും ചില ഇപ്പം നമ്മൾ അവൾ വേണ്ട എന്ന് പറഞ്ഞ പല സിനിമകൾ ഹിറ്റായി വരുമ്പോൾ ഞാൻ ചോദിക്കാം, അത് ചെയ്യായിരുന്നില്ലേ എന്ന് ചോദിക്കും. വേണ്ട, ഒരെണ്ണത്തിന് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവുമ്പോൾ എൻ്റെ ആയിട്ടുള്ള കാരണം ഉണ്ടാവും. ഡോണ്ട് ആസ്ക് മീ അഗെയിൻ എന്ന് ചോദിക്കും. പിന്നെ ഞാൻ ചോദിക്കാറില്ല. അപ്പൊ ശരിക്കും നിങ്ങളുടെ ഒക്കെ ഓരോ ക്രിയേറ്റീവ് സ്പേസ് സെപ്പറേറ്റ് തീരുമാനങ്ങളും അവരവരുടെയാണ്. ആരും അതിനകത്ത് ഇടപെടാറില്ല. സിനിമ കഴിഞ്ഞിട്ടാണ് അതിന്റെ ചർച്ചകൾ. ദർശനയുടെ പ്രത്യേകിച്ച് നമ്മൾ ആരും ഒന്നും പറയാറില്ല. അവളുടെ തന്നെ ഇതുവരെയും അവൾ ആരാണ് ആയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മാത്രം. സ്കൂള് തൊട്ട് കേട്ടോ, ഇപ്പോഴല്ല, സിനിമയിലോ അല്ലെങ്കിൽ അങ്ങനെയല്ല, ആദ്യം തൊട്ട് ഞാനൊരു എഴുതാൻ പോലും പഠിപ്പിച്ചിട്ടില്ല. ഒക്കെ സ്വന്തം തന്നെ. അവരുടെ കുട്ടിക്കാലത്തെ പറ്റി പറയുമ്പോൾ, മാമിന്റെ കുട്ടിക്കാലത്തിലേക്ക് പോകുമ്പോൾ ഇപ്പം സ്കൂളിലുള്ള ഓർമ്മകളാണെങ്കിലും ആ ഒരു കാലത്ത് നാടകത്തിന്റെ അതൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? എനിക്ക് ഞാൻ സെന്റ് മേരീസിൽ പ്രീ സ്കൂൾ പഠിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് എനിക്ക് ഓർമ്മയുണ്ട്, ഡാൻസിന്. അത്ര വരെ ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഇന്നലെ സെന്റ് മേരീസിൻ്റെ ഒരു പ്രോഗ്രാം കണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നത്തെ സ്കൂളും ഇന്നത്തെ സ്കൂളും തമ്മിൽ എന്ത് വ്യത്യാസം വന്നിട്ട്. ഞാൻ തൊട്ടടുത്ത പട്ടത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചത് ഒറ്റപ്പാലത്ത് LSNൽ. അവിടെ അതേ ത്രൂ ഔട്ട് സ്കൂളിലെ എല്ലാ കൊല്ലത്തെയും അല്ലെങ്കിൽ അവ സ്കൂളിൻ്റേതായ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും സ്റ്റേജിലുണ്ടാവും. ഈവൻ ഞാൻ 4th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് 5th അവർ വേറെ സെക്ഷനാണ്, അതിലേക്ക് വന്നപ്പോഴും എന്നെ സിസ്റ്റർ 4th പ്രോഗ്രാമിന് വിളിക്കാറുണ്ട്. അത്ര വരെ ആക്റ്റീവായിരുന്നു നമ്മൾ. കോട്ടണിൽ വന്നിട്ടാണെങ്കിലും അങ്ങനെ തന്നെ. കോട്ടണിൽ ലാസ്റ്റ് ഏജിലാണ് വന്നത്. 9th ലാസ്റ്റായി 10th ആയി. അപ്പോഴേക്കൊക്കെ അവിടുത്തെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചിത്രയൊക്കെ അവിടെയാണ് പഠിച്ചിരുന്നത്. കുക്കു, പരമേശ്വരൻ അവരൊക്കെ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അപ്പോഴേക്കൊക്കെ എല്ലാവരും അവിടെ ഉള്ള പണ്ട് മുതലേ ഉള്ളവരൊക്കെ വലിയ ആൾക്കാരായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ കുറച്ച് സമയം കിട്ടുള്ളൂ. പിന്നെ ഓൾ സെയിൻസിലാണ് പഠിച്ചിരുന്നത്. അവിടെ അതേപോലെ എല്ലാത്തിനും അവിടെ വെച്ചാണ് ഞാൻ കോളേജിൽ ആദ്യമായിട്ട് ഒരു നാടകം, ഒരു ചെറിയൊരു പയ്യൻ്റെ ഒരു വേഷം വേണമായിരുന്നു. അങ്ങനെയാണ് സൈസ് ഇല്ലാത്ത ഒരാളെ ട്രൗസർ ഇട്ട് സ്റ്റേജിൽ കയറണം. അങ്ങനെയാണ് ഈ ഗാലറി ക്ലാസ്സാണ്. അവിടേക്ക് ഒരു സ്ലിപ്പും കൊണ്ടൊരു പ്യൂൺ വന്നു, നീരജ് ഹസ് വാണ്ടഡ് അറ്റ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ വെച്ചാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ദൈവമേ. ചെന്നപ്പോൾ നാടകത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുവരെ നാടകം ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ പറഞ്ഞു സാരില്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, ഇന്ന് മുഴുവൻ നമുക്കിത് പ്രാക്ടീസ് ചെയ്യും, നാളെ ഓൺ സ്റ്റേജ് ആണ് അത്. അപ്പോൾ അന്ന് അതങ്ങനെ നമ്മൾ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിറ്റേ ദിവസം നാടകം ചെയ്തൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായി. എന്നോട് എൻ്റെ ഹിന്ദി ടീച്ചർ ചോദിച്ചു, എങ്ങനെയാണ് മോളെ ഇത്ര നന്നായിട്ട് ചെയ്തത്? എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല മാം, ഒക്കെ വീട്ടിൽ ഞാനും അമ്മൂമ്മയും തമ്മിലുള്ള അടി തന്നെയായിരുന്നു. അതിനകത്ത് ആ പയ്യൻ ഡയലോഗ് പോലും പറയാൻ എളുപ്പമായിരുന്നു ശരിക്കും പറഞ്ഞു. അനുഭവങ്ങൾ ആ കൊല്ലം ബെസ്റ്റ് ആക്ട്രസ് കിട്ടി. പിന്നെ അതുപോലെ 3 കൊല്ലം അടുപ്പിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കത്തിക്കയറി. അപ്പം അച്ഛൻ പ്രൊഫസർ ആയിരുന്നു എന്നല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ ചിന്തിക്കുന്നില്ല, ഓക്കെ മക്കൾ ഭയങ്കര സ്റ്റുഡിയസ് ആയിരിക്കും, ഭയങ്കര ക്ലാസ്സിൽ ഫസ്റ്റ്, അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നോ? ഫസ്റ്റ് ഒന്നും ആയില്ലെങ്കിലും പഠിത്തത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഹിന്ദി. ഈവൻ അനോട്ടേഷൻസ് എല്ലാം അച്ഛൻ്റെ തന്നെ റൈറ്റിംഗ് ഉണ്ട്, പറഞ്ഞു തരുമായിരുന്നു. നല്ല മാർക്ക്, ഹിന്ദിക്ക് മാർക്ക് കിട്ടാൻ അച്ഛൻ്റെ ഏറ്റവും വലിയ എയിമായിരുന്നു എന്നെ ഒരു ഹിന്ദി ലെക്ചറാക്കുക എന്നുള്ളത്. 83 അച്ഛൻ റിട്ടയർ ആകുമ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് കഴിയും, അങ്ങനെയായിരുന്നു കണക്ക് ശരിക്കും. പക്ഷെ അച്ഛൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. താല്പര്യമില്ലാഞ്ഞിട്ടാണോ? എനിക്ക് ടീച്ചർ ആവണ്ട തന്നെയായിരുന്നു.
എനിക്ക് ജോലിക്ക് പോകണ്ട. എൻ്റെ ആഗ്രഹം മുഴുവനും കലയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. അല്ലാതെ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു കോളേജിലോ ചെന്നിരുന്ന് അങ്ങനത്തെ ഒരു ഇതേ അല്ലായിരുന്നു. പിന്നെ വീട്, ഭർത്താവ്, കുട്ടികൾ, അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ഫാമിലി ഇതായിരുന്നു എൻ്റെ കയ്യിൽ. അല്ലാതെ അമ്മ ജോലിക്ക് പോകുന്ന അങ്ങനത്തെ ഒരു സങ്കല്പം അല്ലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും അച്ഛൻ്റെ അടുത്ത് അപ്പൊ പറഞ്ഞിരുന്നോ നീ നിനക്ക് പൊക്കൂടെ? ഒരുപാട് ത്രൂ ഔട്ട് നിർബന്ധിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഹിന്ദി പഠിക്കാനും. അങ്ങനെയല്ല, ഹിന്ദി എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ ഈ ഇങ്ങനെ എപ്പോഴും ഹിന്ദിക്ക് ഈവൻ അച്ഛൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, നിനക്ക് ഇനി വേണമെങ്കിലും എഴുതിയെടുത്തൂടെ എന്നൊക്കെ. എനിക്ക് നാടകം. കല്യാണം കഴിഞ്ഞ് നേരെ റിയാദിലേക്കായിരുന്നല്ലോ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ കലയ്ക്ക് വലിയൊരു സ്കോപ്പ് ഇല്ലാത്തൊരു സ്പേസ് ആയിരുന്നു. അപ്പൊ അവിടെ എത്തിയപ്പം പിന്നെ അന്ന് ചിന്തിച്ചിരുന്നോ, അയ്യോ എനിക്കിനി ഈ ഒരു കലയിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ? നമ്മൾ കണക്കാക്കുന്നതിന് മുമ്പ് ദൈവമെല്ലാം നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടത് എന്താന്നുള്ളത് കൃത്യമായിട്ട് കണക്കാക്കി വെച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. ഞങ്ങൾക്ക് അവിടെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇന്ത്യൻ എംബസി സ്കൂളിലെ ഒരു ടീച്ചർ ശോഭ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഒരു സഹാറ ഹോട്ടലിൽ ഒരു വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഡാൻസ് കളിച്ചു. ആ ഡാൻസ് കഴിഞ്ഞതോടുകൂടി മലയാളി വീടുകളിൽ നിന്നെല്ലാം വിളി വന്നു തുടങ്ങി, മാം ഡാൻസ് പഠിപ്പിക്കുമോ? അന്ന് അവിടെ അങ്ങനെ ഡാൻസ് ടീച്ചേഴ്സ് ആയിട്ടില്ല ആരും, ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അത് വളരെ മുമ്പത്തെ കാര്യമാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരാളെ വെച്ച് 2 ആളെ വെച്ച് അങ്ങനെ തുടങ്ങി. ഒരു സമയത്ത് 100-ൽ പരം കുട്ടികളെ അറ്റ് സ്ട്രെച്ച് വന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു ഹോപ്പായിരുന്നു. പിന്നെ അത് ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ഒരേ ഡിവിഷനിൽ നിന്ന് 5-6 പിള്ളേരാണ്. ഞങ്ങളുടെ വലിയൊരു എൻ്റർടൈൻമെൻറ്റ് ഭാഗമായിരുന്നു. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ വീട്ടിൽ ഉത്സവം മാതിരിയാണ്. വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ ക്ലാസ് ചെയ്തത്. ഞങ്ങൾ അതിനു വേണ്ടി ഒരു വലിയ ഹാളുള്ള ഒരു വീട് തന്നെയാണ് എടുത്തിരുന്നത്. എല്ലാ മുറിയിലും കുട്ടികളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. ഞങ്ങൾ ഒരു ദർബാർ ഡാൻസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും ആ കൊല്ലം വരെ ആ ലാസ്റ്റ് ഡേ വരുന്ന കുട്ടികളെ പോലും എന്തെങ്കിലും ചെയ്തിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യിക്കുമായിരുന്നു സ്ഥിരമായിട്ട്. എല്ലാ കൊല്ലവും ഞങ്ങൾ പെർഫോം ചെയ്യിച്ചത്. കല ഇല്ലാത്ത നാട്ടിൽ പോയി ഒരു കലയുടെ നല്ല ഓളം ഉണ്ടാക്കി. ശരി. അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ഫസ്റ്റ് സിനിമ ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാനൊരു സീരിയൽ ചെയ്തു. അത് ഫസ്റ്റ് പടം തൃശ്ശൂർ പേരൂർ. അത് എനിക്ക് രശ്മി സതീഷ് പറഞ്ഞിട്ടാണ്. അത് ജസ്റ്റ് രതീഷിനും ഞാൻ ഓഡീഷന് ചെല്ലുമ്പോൾ രതീഷും റഫീഖും അവിടെ ഉണ്ട്, രതീഷ് കുമാർ. അപ്പോൾ ഓഡീഷനൊന്നും ചെയ്യേണ്ടി വന്നില്ല, നേരെ എടുത്തു. പക്ഷെ എൻ്റെ സിനിമ അതാണ് ആദ്യം അഭിനയിച്ചെങ്കിലും പുറത്തു വന്നത് ആദ്യം രക്ഷാധികാരി വൈജു ഒപ്പാണ്. പക്ഷെ മാമിന്റെ സ്വഭാവത്തോട് കുറെ കൂടെ അടുത്ത് നിൽക്കുന്ന സിനിമ എന്ന് പറയുന്നത് ആവേശമായിരുന്നു. ഇതുവരെ നോക്കിയാൽ അതാണ് ആവേശം. അതിന് മുന്നേ കിട്ടിയതൊക്കെ ഭയങ്കര സീരിയസ്, അല്ലെങ്കിൽ ആ ഒരു ഫേസിൽ മാമിനെ നമുക്ക് പെട്ടെന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആവേശം കണ്ടതിന് ശേഷം വൈറസിലൊക്കെ ഉള്ള പോലത്തെ ക്യാരക്ടർ. ആ ഒരു സമയത്ത് എനിക്ക് കുറച്ചുകൂടെ കോമഡി അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു, കോമഡി ചെയ്യണം. ഞാൻ വലിയ ആഗ്രഹങ്ങളൊന്നും വയ്ക്കാറില്ല. ഉള്ളതിൽ വെരി ഹാപ്പി. കാരണം ഇതുവരെ ആരോടും പറയാതെ തന്നെ കുറേയൊക്കെ ഭാഗ്യമാണ്. ഇതുവരെയും എനിക്ക് അങ്ങനെ ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല, വലിയ ഗ്യാപ്പ് ഉണ്ടായി. തുടങ്ങിയ തൊട്ട് ഇതുവരെ ഒരുപാട് സിനിമ, ഒരുപാട് പരസ്യങ്ങൾ, ഒരുപാട് മ്യൂസിക് ആൽബംസ്, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് എത്തിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടേ ഉള്ളൂ. ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിരുന്നു, മർമരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യക്ഷി. ആ ഒരു അതിലൊരു മുത്തശ്ശി, 80 വയസ്സുള്ള മുത്തശ്ശി ആയിട്ടാണുള്ളത്. പക്ഷെ അതിൽ കുറച്ച് ലോങ് ഡയലോഗ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് KPC ലളിത ചേച്ചിയൊക്കെ അല്ല ആ ഒരു നാഗവല്ലിയുടെ സ്റ്റോറിയൊക്കെ പറയുന്നത്. അതുപോലെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അത്രയും ലോങ് ഡയലോഗ്സ് കിട്ടുമ്പോൾ പേടിയാണോ? ഈശ്വരൻ, ഡയലോഗ് എപ്പോഴും പേടി തന്നെയാണ്. പക്ഷെ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും എനിക്ക് എൻ്റെ ഉള്ളിൽ എവിടെയോ ഇങ്ങനെ അയ്യോ എന്നെക്കാട്ടിലും വലിയ ആൾക്കാർ ചുറ്റും നിൽക്കുമ്പോൾ ഞാൻ കാരണം വീണ്ടും ടേക്ക് വരേണ്ടി വരുമോ, അത് ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം ആ പേടി വരുന്നത്. പ്രശ്നങ്ങൾ ഇതുവരെ, പക്ഷെ അതിലും വലിയ ഡയലോഗാണ് ഡോണിൻ്റെ, റീമയും ഡോണും ജിതിനും കൂടി ഉണ്ടായിരുന്നു സന്തോഷത്തിൻ്റെ 1-ാം രഹസ്യം. അതൊരൊറ്റ സ്ട്രെച്ചിൽ 6 അതിൽ ആരും ഹെൽപ്പ് ചെയ്യാനും ഇല്ല, ഒറ്റ ടേക്കാണ്. ഡാഷിൽ തന്നെ ക്യാമറ വെച്ചിരിക്കുകയാണ്. ഒറ്റ ടേക്കിൽ 6 മിനിറ്റ് ഒറ്റ സ്ട്രെച്ചിൽ പറയണം. അപ്പോൾ അത് ഭയങ്കര കുറച്ച് ചലഞ്ചിങ് തന്നെയായിരുന്നു. അത്തരം റോൾസ് ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുക ക്യാരക്ടറിനൊക്കെ വേണ്ടിയിട്ട്? വലിയ പ്രിപ്പറേഷനൊന്നുമില്ല. അവിടെ ചെന്നിട്ടുള്ള നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ വീട്ടിലൊക്കെ ഇരുന്നിട്ട് എന്താലോചിച്ചാലും എന്തൊക്കെ പഠിച്ചാലും സെറ്റിൽ ചെന്ന് നമ്മൾ ആ
മേക്ക് ഓവർ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ക്യാരക്ടർ ആവുകയല്ലേ. പിന്നെ അപ്പം അത് ടോട്ടലി വേറെയാണ്. ആ സിറ്റുവേഷൻസ് എല്ലാം മാറുന്നത് കൊണ്ട് അങ്ങനെ അതിലേക്ക് അങ്ങ് ആകും. ഇതുവരെയൊക്കെ അങ്ങനെയാണ്. എങ്ങനെയൊക്കെ പോയി. ഇപ്പം ആവേശത്തിന് മുന്നേയും ആവേശത്തിന് ശേഷം മാമിൻ്റെ ഒരു പബ്ലിക് ലൈഫ് എടുത്ത് നോക്കി ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും അല്ലെ. അതായത് പണ്ട് ഒരുപാട് സിനിമകളും പരസ്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്നൊരു റെക്കഗ്നീഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം എല്ലാവരും ചെല്ലുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന ഹാപ്പി അല്ലേ, ആ ഒരു ഡയലോഗും മാമിൻ്റെ ആ ഒരു ഫേസും ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തി. അപ്പം ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് മാമിന് സന്തോഷത്തിൻ്റെ? ഒരുപാട് സന്തോഷം, ഒരുപാട് ഹാപ്പിനെസ് തരുന്നുണ്ട് എനിക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരാളായാലും നമ്മളെ മറ്റൊരാൾ മനസ്സിലാക്കണോ അല്ലെങ്കിൽ കണ്ടാൽ തിരിച്ചറിയുന്നു, ഇത്രയും ആൾക്കാരുടെ ഉള്ളിൽ നിന്ന് ആ ഒരു അംഗീകാരം സ്വയം എടുക്കാൻ പറ്റണോ എന്നുള്ളത് വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതിൽ. കാരണം ഇത്രയും നാൾ ചെയ്തിട്ടും ആർക്കും എന്നെ മനസ്സിലാവുക. നമ്മൾ അങ്ങോട്ട് കയറി ആരോടും പറയാറില്ല ഞാൻ സിനിമ ചെയ്യുന്നു, ഇത് പറയേണ്ടി വരുന്നില്ല, അല്ലാതെ തന്നെ എല്ലാവരും മനസ്സിലാവും. അപ്പം ദർശനയുടെ ക്യാരക്ടർ എടുത്ത് നോക്കിയാലും മാമിന്റെ ക്യാരക്ടർ എടുത്ത് രണ്ടാളും രണ്ടറ്റത്ത് കിടക്കുന്ന ആൾക്കാരാണ്. ഇപ്പം എക്സൈറ്റ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും അപ്പം മാമിന്റെ എന്തെങ്കിലും സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം അന്ന് ആവേശത്തിന്റെ സമയത്ത് ഡാൻസിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടൊക്കെ മക്കൾ എന്താ പറഞ്ഞിട്ടുള്ള ദർശന പറഞ്ഞില്ല കേട്ടോ, ഭാവന എന്നോട് പറഞ്ഞത് അമ്മ കാണുന്നവർ എക്സൈറ്റഡ് ആവട്ടെ, അമ്മ കയറി ഇത്ര എക്സൈറ്റഡ് ആവും. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു. അതിപ്പോ ഇപ്പം ഞാൻ ആ പാട്ട് കേട്ടാലും നമുക്ക് ഡാൻസ് വരില്ലേ, അത്രയും ബീറ്റ്സ് ഉള്ളൊരു പാട്ടല്ലേ. അപ്പോൾ അത് അന്ന് ചെയ്ത് കഴിഞ്ഞു. എന്തിനാ ചെറിയ 5-6 മാസമായ കുട്ടികൾ ആ പാട്ട് കേട്ടിട്ട് തുള്ളു നിന്നിട്ട് വേണ്ടേ? അത് ആരായാലും കേട്ടാ തുള്ളിപ്പോ. പിന്നെ നമ്മള് പബ്ലിക്കിന്റെ അവരെന്ത് വിചാരിക്കും എന്നുള്ളതിലാണ് ആരും ചെയ്യാത്തത്. ഒന്നുമില്ല. ഈ ഒരു ഏജിലേക്ക് എത്തുമ്പോ പൊതുവെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അത്ര പ്രായമല്ലേ, കുറച്ച് മെച്യൂരിറ്റി അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവില്ലേ? എന്നോട് നേരിട്ടാരും ചോദിച്ചിട്ടില്ല, പറയണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ അതിലൊന്നും പോകാറില്ല. ദർശനായിട്ട് ഒരു ഇന്റർവ്യൂല് ഞാൻ കണ്ടു, ദർശനായിട്ട് ബന്ധപ്പെട്ട എന്തൊരു പോസ്റ്റ് എവിടെ വന്നാലും ഫസ്റ്റ് ലൈക്ക് അമ്മയുടേതായിരിക്കുന്നത്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ്. ഞാൻ നോക്കാറുണ്ട്, സ്ഥിരമായിട്ട് നോക്കാറുണ്ട്. എനിക്കങ്ങനെ ആരെയും ഇപ്പോൾ ഒരാൾ നമ്മളെയും കൂടി ചേർത്തൊരു പോസ്റ്റ് ഇട്ടു, അത് നമ്മൾ ഒന്നും കൂടി റീപോസ്റ്റ്, അതൊരു സന്തോഷമായിട്ടാണ് അവർക്കും സന്തോഷമല്ലേ നമ്മളത് ചെയ്തു എന്നാണ് ഞാൻ എടുക്കാറ് കേട്ടോ. എനിക്കറിയില്ല. അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പം പൊതുവെ നമ്മൾ പറയാറുള്ളത് ഇൻസ്റ്റഗ്രാം യൂത്തിന്റെ ആണ് എന്ന് പറയും, അതുപോലെ ഫേസ്ബുക്ക് ആണ് കുറച്ചുകൂടെ പ്രായരുടെ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ മാം പക്ഷെ ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു കൂടുതൽ എനിക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കാണുന്നത് ഇൻസ്റ്റഗ്രാമുമായിട്ടാണ്. ഓക്കെ. അപ്പോൾ ഈ പടങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മക്കൾ എങ്ങനെയാ ക്രിട്ടിസൈസ് അല്ല അഭിപ്രായങ്ങൾ പറയാറുള്ളത്? അതിലേറ്റവും കൂടുതൽ ഇപ്പോൾ ഇതുവരെ ചെയ്തതിൽ അഭിപ്രായങ്ങൾ നല്ലതൊരുപാട് പറഞ്ഞിട്ടുള്ളത് ആവേശവും വൈറസുമാണ്. അവർക്ക് ദർശനയോടും ഭാവനയോടും ഇപ്പോഴും ചോദിച്ചാൽ അവരുടെ ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇതുവരെ വൈറസാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു ഒറ്റ സീനാണെങ്കിലും ആ സീൻ ഭയങ്കരമായിട്ട് എല്ലാവർക്കും അതെനിക്ക് ഇവർ മാത്രമല്ല, എനിക്ക് ഒരുപാട് പേര് ഈവൻ ഒറ്റപ്പാലം, പാലക്കാട് ആ ഭാഗങ്ങളിലെ ഒരുപാട് അമ്മമാരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു അമ്മയെ പോലെയാ തോന്നിയെന്ന്. അത് നിപ്പയുടെ എൻ്റെ നാട്ടിലാണ് നിപ്പ വന്നത്. എൻ്റെ അവിടെ നിന്നായിരുന്നു സ്റ്റാർട്ടിങ്, ബാലുശ്ശേരി ആ ഒരു ഭാഗത്തു നിന്ന്. അപ്പം ഞങ്ങളൊക്കെ ആ സമയത്ത് പേടിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ നാടിൻ്റെ കഥ ഒരു സിനിമയിൽ വരുന്നു എന്ന് പറയുമ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, പേടിയുമായിരുന്നു. പിന്നെ ആവേശമൊക്കെ ഇറങ്ങിയതിന് ശേഷം ഓക്കെ അത് മാം ആയിരുന്നല്ലേ നമുക്ക്, കാരണം അതിൽ ഭയങ്കര സീരിയസ് ഫേസ് ആണ്, ഭയങ്കര ഒരു ബോൾഡായിട്ടുള്ള ഒരു അമ്മയാണ്. ഒരുപാട് നടന്മാരുടെ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്. മോളിവുഡിലെ പുതിയ അമ്മ വേഷങ്ങളുടെ ഒരു മുഖമായിട്ട് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഒരു നടന്മാരിൽ ആരാണ് കുറെ കൂടെ നമുക്കൊരു മകൻ ഫീലിംഗ് കിട്ടിയിട്ടുള്ളത്? ആസിഫ് അലി തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതലും ചെയ്തിരിക്കുന്നത്. ആസിഫ് അലിയുടെ കൂടെ തന്നെയാണ്. കുറേയൊക്കെ ചിരിയൊക്കെ ഒരേപോലെ തോന്നാറുണ്ട് എന്ന് പറയാറുണ്ട്. എനിക്ക് അതുകൊണ്ട് ആസിഫ് അലി തന്നെയാണ് ഇതുവരെ എനിക്ക് അത്ര ഒരു ഭയങ്കര ക്ലോസ് അല്ലെങ്കിൽ ചീത്ത പറയാൻ പോലും ഉള്ള സീനുകൾ വന്നിട്ടുള്ള ഇത് ആസിഫ് അലിയോട് തന്നെയാണ്. അപ്പം ഈ സിനിമാ മേഖലയിലെ കോണ്ടാക്ട്സ് ഒക്കെ എപ്പോഴും സൂക്ഷിക്കുന്ന ആളാണ്? അങ്ങനെയൊന്നുമില്ല, ഞാൻ ആരുടെ അടുത്തൊന്നും നമ്പറും വാങ്ങിച്ചിട്ടില്ല, ആരുമായിട്ട് അങ്ങനെ ഇതിലൊക്കെ കാണുന്ന മീഡിയയിൽ കാണുന്ന ഒരു ഇതിനപ്പുറം നമ്മൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനൊരു സെറ്റിൽ ചെന്നു, നമ്മൾക്ക് നമ്പർ തരാൻ താല്പര്യമുണ്ടോ എന്നറിയില്ല. അങ്ങനെ ചെയ്ത ഒരേ ഒരാൾ പത്മപ്രിയയാണ്. ഞാൻ തെക്കൻ തല്ല് ചെയ്യുമ്പോൾ പത്മപ്രിയ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ആൻറ്റി ദിസ് ഇസ് മൈ നമ്പർ, കീപ്പ് ഇറ്റ്, നമ്മൾ കോ ആക്ടേഴ്സ് അല്ലേ. അത് വേറെ ആരും ഇതുവരെ എന്നോട് അങ്ങനെ ചെയ്തിട്ടില്ല. ഭയങ്കര
എന്താ പറയുക, നമുക്ക് തന്നെത്താൻ തന്നെ സന്തോഷവും അഭിമാനവും തോന്നുമോ ഒരാൾ ചെയ്തു എന്നുള്ളത്. ഞാൻ കൊടുക്കും ആര് ചോദിച്ചാലും, പക്ഷെ വേറൊരാളോട് നമ്മൾ ചോദിച്ച് വാങ്ങിക്കാറ്. സിനിമയുടെ ഇതിനകത്ത് തന്നെ ഒരുപാട് ആൻറ്റി അവരുടെ നമ്പറുണ്ടോ, ഇവരുടെ നമ്പർ, ആരുടെ നമ്പറില്ല. പ്രത്യേകിച്ച് ദർശനയും വീട്ടിൽ അവളോട് ഞാൻ ചോദിക്കാറില്ലേ, അവളുടെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ ചോദിക്കാറില്ല. അപ്പം സിനിമയിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ വീട്ടിലുള്ള ഒരു ടോക്ക് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റാർ ഫാമിലി ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. അങ്ങനെ ഒരു ഫ്രീഡം നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതായത് ഓവറായിട്ട് ഇടയിലേക്ക് വന്ന്? അങ്ങനെയല്ല, ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ദർശനയുടെ കാര്യങ്ങൾ കൂടുതൽ ചോദിക്കുന്ന ഒരു അവസ്ഥ. നമ്മളിപ്പോൾ ഒരു അറിയാതെ പറഞ്ഞു പോകും ചില ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ച്, അതൊക്കെ മിസ്യൂസ് ചെയ്തിട്ട് ഹെഡ്ലൈൻ അത് കൊടുത്തിട്ട് അത് നമുക്ക് അനോയ്ഡായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഷോർട്ട് ഫിലിംസിൻ്റെ ഒക്കെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, കുറേ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് ചൂസ് ചെയ്യുന്നത് അതോ? അല്ലല്ല, ഞാൻ ഒന്നിനും ഇതുവരെ ഒരു മാനദണ്ഡവും വെച്ചിട്ടില്ല കേട്ടോ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് വർക്കായാലും ഏത് തരം വർക്കായാലും അതൊരു ഒരു അവസരമല്ലേ നമുക്ക്. നമ്മുടെ അത് ചെയ്യും, ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോഴും 3-4 വന്നിട്ടുണ്ട് പരസ്യങ്ങൾ, അല്ല ഷോർട്ട് ഫിലിംസ് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കുറെ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ക്യാമറയുടെ മുന്നിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ്? വീട്ടിലുള്ളത് വേറെ ആയിരിക്കില്ല, നമുക്ക് ക്യാമറയുടെ മുന്നിലേക്ക് വരുമ്പോൾ. ഷോർട്ട് ഫിലിംസിനെക്കാട്ടിലും കൂടുതൽ മ്യൂസിക് ആൽബംസാണ് ചെയ്തത്. അതിൽ നമുക്ക് കയറി ഹെഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മത്സരിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങൾ വന്നിട്ടില്ല. അത് പിന്നെ മ്യൂസിക് ആൽബത്തിൽ നമുക്കായിട്ട് ഡയലോഗ്സും കുറവാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള നിലയ്ക്ക് അങ്ങനത്തെ ഇത് വന്നിട്ടില്ല. പിന്നെയുള്ളത് മറ്റേ ജിസ് ജോയുടെ പടത്തിൽ, വേഗം കിട്ടുന്നില്ല എനിക്ക്. അതിൽ ഞങ്ങൾ 3 പേരുണ്ട്. ദർശന റേഡിയോ ജോക്കി ആയിട്ട്, അപ്പോൾ വിജയ് സൂപ്പറും പൗർണമിയും. അപ്പോൾ അതിലും അതെ, അങ്ങനെ ഹെവി ഡയലോഗ്സോ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാൻ മക്കളും കൂടി ആയിട്ട് വരുന്ന ആ ഒരു സീൻ. അല്ലാതെ ചെയ്തിരിക്കുന്നതൊന്നും ഞങ്ങൾ രണ്ടുപേരും കൂടെ കോമൺ ആയിട്ട് ഇത്ര ഒരു പ്രശ്നം വരുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ. നിങ്ങളത് പ്രണയവിവാഹമാണെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടത് അച്ഛൻ ചോദിച്ച സമയത്ത്, അന്ന് നിങ്ങളിപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണോ, അന്നും പ്രണയിക്കുകയാണ് ഇന്നും പ്രണയിക്കുകയാണെന്നു. അപ്പോൾ ശരിക്കും കോളേജ് ടൈമിൽ തുടങ്ങിയതായിരുന്നു നിങ്ങളുടെ പ്രണയം? ഒരു 5 വർഷം മുമ്പ് 83-ലായിരുന്നു കല്യാണം, 78 തൊട്ടൊക്കെ. പക്ഷെ പെൻ ഫ്രണ്ട്സ് എന്ന് പറയാനേ പറ്റുള്ളൂ. രാജനും ഇവിടെ ആയിരുന്നില്ല, ബോംബെയിലായിരുന്നു. അത് കഴിഞ്ഞ് റിയാദിലായിരുന്നു ഓൾറെഡി കല്യാണം കഴിക്കുമ്പോഴും. അപ്പോൾ നമ്മൾ കത്തുകൾ വഴിയുള്ള ഒരുപാട് കത്തുകൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നമുക്കൊരാളെ കാണുമ്പോൾ ഓക്കെ ഇയാൾ കൊള്ളാം അങ്ങനെ തോന്നിയിട്ടുള്ള നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു റാപ്പ് എങ്ങനെയായിരുന്നു? ഇടയിൽ തോന്നാനൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ ബുക്കുകൾ ചേച്ചി മുമ്പിലാണ് താമസം. അപ്പോൾ ചേച്ചിയുടെയിലാണ് ബുക്സ്, ചേച്ചി തന്നെ വാങ്ങിക്കുക, രായട്ടനായിരുന്നില്ല ബുക്ക് വാങ്ങിക്കുക. അപ്പോൾ ലാസ്റ്റ് ആ പോകുന്ന സമയത്ത് അതിനകത്തൊരു ID കാർഡ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് പിന്നെ അഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിനകത്ത് ഈ കാർഡ് തിരിച്ചു കൊടുക്കണമല്ലോ, ആ കാർഡ് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആയു സീരിയസ് എന്നുകൊണ്ട് ചെറിയൊരു സ്ലിപ്പിൽ ഇങ്ങനെ എഴുതി കൊടുത്തേ ഉള്ളൂ. അതിന് മറുപടിയായിട്ടൊരു വലിയ കത്ത് തന്നെയാണ് വന്നിരുന്നത്. അപ്പോൾ ഞാനത് വാങ്ങാനും പെട്ട പാട് ദൈവമേ. എന്നുവെച്ചാൽ 2 ഗേറ്റ് ഉണ്ട് ഞങ്ങളുടെ വീടിന്. ഒരു ഗേറ്റിൽ അച്ഛൻ മുമ്പിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കൈ പുറകിലൊക്കെ ഇട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ടോടും, അത് കഴിഞ്ഞ് ഇങ്ങോട്ട്. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചിട്ട് മുകളിൽ ടെറസിൽ പോയിരുന്നിട്ട് അത് വായിച്ചത്. അപ്പോൾ ആ കത്തിൻ്റെ മറുപടി ഇതാണ്: അച്ഛനില്ലാത്ത 6 പേരടങ്ങുന്നൊരു വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, ഏർണിംഗ് മെമ്പേഴ്സ് ആരുമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ അന്ന് ഞാൻ വെച്ചു എന്നെക്കാട്ടിലും ഒരു 1.5 വയസ്സ് മൂപ്പേ ഉള്ളൂ. അങ്ങനെ അത്രയും ചെറിയൊരു പയ്യൻ, എനിക്ക് 16 വയസ്സേ ഉള്ളൂ. ആ വയസ്സിലുള്ളൊരു പയ്യൻ പറയുന്നു എനിക്ക് ഫാമിലി. അപ്പം ആ ആളുടെ ഒരു വ്യക്തിത്വം നമുക്ക് മനസ്സിലാവും. അതിൽ മാത്രമാണ് അതിലാണ് ഞാൻ ആളെ അസസ് ചെയ്തത്. അതങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളവർ. പിന്നെ അന്ന് ചോദിച്ചതിന് ശേഷം പിന്നെ അച്ഛൻ ചോദിച്ചിരുന്നോ, അതോ ആ മറുപടിയിൽ അച്ഛൻ നിർത്തിയോ? അല്ല, അച്ഛൻ അത് കുറെ കാലം കഴിഞ്ഞാണ്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ്? കല്യാണമല്ല, ഒരുപാട് കഴിഞ്ഞ്. ഇപ്പം ഈ വളരെ അടുത്ത കാലത്താണ് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് കാറിലിരുന്നപ്പോഴാണ് ചോദിച്ചത്, ഒരു കാര്യം ചോദിക്കാനുണ്ട്. അച്ഛൻ ഈ ഭാഷയിലാണ് സംസാരിക്കുന്നത്.
അപ്പൊ നെഞ്ഞത്തൊരു പെടച്ചിലായിരുന്നു. മറുപടി തന്നെ ആയിട്ടാ പറഞ്ഞത്, ഞാനല്ല. ഇപ്പം പുതിയ തലമുറയിലെ ഒരുപാട് ടൈപ്പ് പ്രണയങ്ങളാണ്. പണ്ടത്തെ പോലെയല്ല. പണ്ട് ഇപ്പൊ കത്തിലാണെങ്കിലും നമ്മൾ ഒരു തവണ തന്നെ കാണുക എന്ന് പറയുന്നത് അവർക്ക് അതൊരു സ്വർഗം പോലെയാണ്. പക്ഷെ ഇപ്പം വാട്സപ്പ് ഉണ്ട്, ഒരുപാട് പുതിയ ടെക്നോളജീസ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണുള്ളത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഈ കാലത്തായിരുന്നു കുറച്ചുകൂടെ നന്നായിട്ട് പ്രണയിച്ച് നടക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, മറ്റേതിൻ്റെ ഒരു ഡെപ്ത് ഇപ്പം ഉണ്ടോ എനിക്കറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലത്തെ ഓരോന്നിനും വാല്യൂ ചെയ്തിരുന്ന പോസ്റ്റ്മാൻ്റെ പിന്നാലെ എത്ര ഓടിയുണ്ടോ. ഇപ്പം അത് വല്ല ആവശ്യമുണ്ടോ? നമ്മൾ ഈ സമയത്ത് നമുക്ക് മനസ്സിലുള്ളത് അറിയിക്കാൻ പറ്റുന്നില്ലേ? അപ്പം അതിനൊരു ത്രില്ലില്ല, കാത്തിരിപ്പിൻ്റെ സുഖമില്ലല്ലോ. ഒരു കത്ത് എഴുതി അതിന് മറുപടി, നമ്പറൊക്കെ ഇതിൻ്റെ ഇടയിൽ ഈ കത്ത് പോകണ്ടോ, പോസ്റ്റ്മാനാണോ പൊക്കണേതൊക്കെ അത് കാരണം നമ്പർ ഇട്ടാണ് കത്ത് ഇതാവുക. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കത്ത് വന്നിരുന്നതൊക്കെ. അപ്പോൾ ഈ കത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് പോലും ഉറപ്പില്ലായിരുന്നു ശരിക്കും. പിന്നെ കത്തുകൾ ഇപ്പോഴും ഉണ്ട് ഓർമ്മകൾ. ഇപ്പം പ്രണയത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പം ഇപ്പം സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടന്റ് ഇട്ടാലും, അല്ലെങ്കിൽ നല്ല കണ്ടന്റ് ആണെങ്കിലും മോശമാണെങ്കിലും ഒക്കെ നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട്. അതുപോലെ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? വീഡിയോന്റെ ഒക്കെ താഴെ വരുന്ന എല്ലാം ഒന്നുമില്ല. അപ്പൊ ആ ഡാൻസിന്റെ ഒക്കെ കമന്റ്സ്, ഡാൻസിന്റെ കമന്റ്സ് ചിലതൊക്കെ വളരെ ബോറായിരുന്നു. കൂടുതൽ വായിച്ചാൽ നമുക്ക് വിഷമാവും. അതുകൊണ്ട് അതിന് നിന്നില്ല. എന്തായാലും ഇഷ്ടപ്പെട്ട ഒരുപാട് മെജോറിറ്റി ഇഷ്ടപ്പെട്ടവരാണ്. വേണമെന്ന് വെച്ച് ഡാൻസ് കളിച്ചൊന്നുമല്ല, അത് ഞാൻ അങ്ങനെ കളിച്ചു പോയതാ. ഇത് പടം കണ്ടിട്ടാണെങ്കിലും ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാം. നമുക്ക് ചില ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കാതെ വിളിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഈ ആവേശത്തിന് ശേഷം ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടാവും. ഒരുപാട് പേര് ആവേശത്തിന് മുൻപ് വിളിച്ചവര് ഓർമ്മയുണ്ടോ? ഓക്കെ, വൈറസ് ആണെങ്കിലും ഇനി അല്ലെങ്കിൽ വേറൊരു പടം കണ്ടിട്ട് അമ്മ ചെയ്ത് നന്നായിട്ടുണ്ടായിരുന്നു. ഒരേ ആൾക്കാരല്ല വിളിച്ചത്. ആവേശം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര്, ഇവിടുന്ന് മാത്രമല്ല, എനിക്ക് പുറത്തുനിന്ന് വരെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. പുറം രാജ്യങ്ങളിൽ നിന്ന് പോലും മെസ്സഞ്ചറിലും ഒക്കെ ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. കോളുകളാണെങ്കിലും അവിടത്തെയൊക്കെ മീഡിയ ഇതുപോലെ റേഡിയോ ജോക്കി നമ്മുടെ പോലെ അവിടുത്തെ ദുബായ് അങ്ങനത്തെ അതൊക്കെ ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. പിന്നെ സിനിമയിൽ നിന്ന് തന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെ. ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ദർശനയുടെ നെപ്പോ മമ്മിയാണ് മലയാളത്തിലെ. അത് കേട്ടപ്പോൾ എന്ത് തോന്നി? അത് ഞങ്ങൾ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇപ്പോൾ ദർശനയ്ക്ക് വേണ്ടി ഞാൻ പറയുമോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ദർശനം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇത് ഞാൻ അങ്ങനെ ഒരു ഓഡിഷൻ വന്നു, ഞാൻ ചെയ്തു. അവളുടെ വഴിയിൽ അവൾ ചെയ്തു. രായട്ടൻ്റെ വഴി ഓഡീഷന് പോയി. മറ്റേ ആൾക്ക് സിനിമ വേണ്ട എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഭാവനയ്ക്ക് നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ വേണമെങ്കിൽ പറയാം അത് അങ്ങനെയാണ് സിസ്റ്റർ എന്ന് പറഞ്ഞു. പക്ഷെ അല്ലാതെ ഞങ്ങൾ 3 പേരും ഇപ്പോഴും ആണ്. ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾ ഈ ഇടയിൽ ആരാണ് ഫസ്റ്റ് ശരിക്കും സിനിമാ ഫീൽഡിലേക്ക് വന്നത്? എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. കുറേ പേര് ചോദിച്ചു. അതാ എനിക്കറിയില്ല. ഞാൻ ഓൾറെഡി സീരിയൽ ചെയ്യണ്ടായിരുന്നു. ദർശന സിനിമയിൽ വരുമ്പോഴും ഞാൻ സീരിയൽ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് അബ്രപ്റ്റായിട്ട് നിൽക്കുക ചെയ്തത്. പിന്നെ മഴവിൽ മനോരമയിൽ അവരുടെ. അപ്പോൾ അത് പിന്നെ ഉണ്ടായില്ല. പിന്നെ ഒരുപാടെണ്ണത്തിലേക്ക് വിളിച്ചു. എനിക്ക് പിന്നെ കുട്ടികൾക്കും യാതൊരു താല്പര്യവുമില്ല സീരിയൽ. അന്ന് ആദ്യത്തെ ഒരു ഇതിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു കയറാൻ ഒരു വഴി എന്നുള്ള നിലയ്ക്ക് വിളിച്ചുടനെ ഓഡീഷന് പോയിട്ട് തന്നെയാണ് കിട്ടിയത്. നല്ല ക്യാരക്ടറായിരുന്നു. ഭാവന ഫുൾ തിയേറ്റർ ആണ്. അപ്പം എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട് സിനിമയിൽ ചെയ്തൂടെ? അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവൾക്ക് ഓൺ ദി സ്റ്റേജ് ഉള്ള ഇത് തന്നെയാണ് ഇഷ്ടം, നാടകം തന്നെയാണ് ഇഷ്ടം. ഇപ്പൊ പറയേണ്ട പോലെ മിന്നൽ മുരളിയൊക്കെ പോലത്തെ പ്രത്യേകതയുള്ള സംഭവങ്ങൾ, യുണീക്ക് ആയിട്ടുള്ളത്. കാരണം അതൊക്കെ എപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുകയും കൂടെ ചെയ്യല്ലോ. അത് മാം ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിരുന്നു. അപ്പം അതിന്റെ ഒരു മോട്ടീവ് എന്തായിരുന്നു? ഒരു കൗതുകത്തിനാണോ? അല്ലല്ല, കൗതുകത്തിനല്ല. എനിക്ക് കുട്ടിക്കാലം തൊട്ടേ 2 കാര്യങ്ങളിൽ തന്നെയായിരുന്നു. ഇവൻ ഞങ്ങളുടെ കല്യാണം പോലും ഒരുപാട് പേരെ കണ്ടിട്ടാണ് ആക്കി വെച്ചത്. അപ്പം അന്ന് തൊട്ടേ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എങ്ങനെ ഇത് പറയുന്നത്, എന്തിൻ്റെ ബേസിലാണ്, ആ ഒരു ക്യൂരിയോസിറ്റി പണ്ടും ഉണ്ടായിരുന്നു എനിക്കിത്. ഇതെങ്ങനെയാണ് ഒന്നും കാണാതെ ഇവരെങ്ങനെ ഇത് പറയുന്നതെന്നുള്ളത് അതറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് തന്നെത്താൻ അനലൈസ് ചെയ്തു. പക്ഷെ പിന്നെ മനസ്സിലായ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കുമ്പോൾ അതിന്
പ്രത്യേകിച്ചൊരു കറക്റ്റ് ഇത് കിട്ടുന്നില്ല എന്ന് എനിക്ക് എപ്പോഴൊരു ഫേവറിസം വരും. നമ്മൾ നോക്കും. ഇപ്പം നമ്മളൊരു കബഡി എടുക്കുകയാണെങ്കിൽ പോലും ഈ സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന രാശി ഏതാണ് നമ്മുടെ ഉള്ളിൽ, അപ്പം വേണ്ട അങ്ങനെ ഒരു നമ്മുടെ കാര്യം ചെയ്യുമ്പോൾ ടെൻഷനാണ്. അത് വേണ്ട. പുറത്തുനിന്ന് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. ഞാൻ കൊറോണയ്ക്ക് മുമ്പ് വരെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിരുന്നു? അങ്ങനെ പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ഊഹാപോഹ ഒരു പരിധി വരെ കേട്ടോ. കറക്റ്റായിട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാവുമായിരിക്കും. എനിക്ക് അത്ര 100% പെർഫെക്റ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ദൈവം അല്ലേ ഉള്ളൂ. ഇപ്പൊക്കെ കുറേയും കൂടി എനിക്ക് ദൈവം എല്ലാം തീരുമാനിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊരു എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. പക്ഷെ പലർക്കും ഇപ്പൊ ഈ ജ്യോതിഷം നോക്കാൻ വരുന്ന ആളുകൾ തന്നെ ഫുൾ അതിന്റെ താല്പര്യപ്പെട്ടിട്ട് വരുന്നതായിരിക്കില്ല. അപ്പം വീട്ടിൽ നിന്നാണെങ്കിൽ മക്കളെ ചിലപ്പോൾ ഉന്തി പിടിച്ച് കൊണ്ടുവരുന്നത്. അപ്പം അവരൊരുപാട് ഇങ്ങോട്ടേക്ക് ട്രിഗർ ചെയ്യുന്ന ടൈപ്പ് കാര്യങ്ങൾ പറയും. വന്നിട്ടുമുണ്ട് അങ്ങനത്തെയൊക്കെ. പ്രത്യേകിച്ചും ഈ പ്രേമവിവാഹത്തിന് അമ്മമാരാണ് വന്നിട്ട് ബഹളം ഉണ്ടാക്കുക. പക്ഷെ അത് ഞാൻ എപ്പോഴും കുട്ടികളുടെ കൂടെ തന്നെ. അവർ തീരുമാനിച്ചിട്ടുണ്ട് കല്യാണം കഴിക്കാൻ, ഞാൻ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കും. ഒരു ജീവിതം മുഴുവൻ ജീവിക്കേണ്ടത് അവരല്ലേ. ഇവർ പെട്ടെന്ന് ഇവരുടെ ഒരു ചിലപ്പം ജാതിയുടെ പേരിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം പ്രസ്റ്റീജിൻ്റെ പേരിലായിരിക്കും, അല്ല ജോലിയുടെ പേര്, എന്തിന് തന്നെ ആയാലും ഒരു ലൈഫ് മുഴുവൻ ജീവിക്കേണ്ടത് ഇവരിപ്പോൾ കുറേ കൊല്ലമായിട്ട് അറിയുന്നവരായിരിക്കും. ഈ കാരണങ്ങൾ കൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ ഈ രണ്ട് വ്യക്തികളല്ല അതുകൊണ്ട് വിഷമിക്കാൻ പോണേ. രണ്ട് ഫാമിലികൾ പിന്നെ ഇവർക്ക് ഇഷ്ടമില്ലാത്ത എന്തിലേക്കുമാണ് കൊണ്ടെത്തിക്കുന്നതെങ്കിൽ രണ്ട് കുടുംബങ്ങൾ തന്നെ അതിൽ ചിലപ്പോൾ പ്രശ്നമായി വരില്ലേ. എന്തിനാ അതിനൊക്കെ പോണേ? കുട്ടികളുടെ ഇഷ്ടം നോക്കിക്കൂടെ കുറേയൊക്കെ? അതിൽ ശരിയുണ്ടെങ്കിലോ ഒന്ന് ചിന്തിക്കണം. അതെ. അപ്പം ഒരുപാട് മാം ഭയങ്കര ഹാപ്പിനെസ് ആണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ കണ്ടു ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കുന്ന. അതെ, ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പം അതിന് മോട്ടിവേഷണൽ സ്പീക്കിംഗ് അങ്ങനെ ഒരു ഫേവറേറ്റ് ഒരാളോ അങ്ങനെ ഉണ്ടോ? ഗോർ ഗോപാൽദാസിന്റെ എനിക്ക് ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്. ഭയങ്കര ഹ്യൂമറസ് ടോക്സ് ആണ് അതൊക്കെ. അതുമല്ല നമ്മൾ തന്നെ ഹാപ്പി ആവും ശരിക്കും പറഞ്ഞാൽ. അത് കക്ഷിയുടെ ബുക്കുകളാണെങ്കിലും അതെ, വായിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഞാൻ ഏറ്റവും ഫാസ്റ്റ് വായിച്ചിട്ടുള്ളത് കക്ഷിയുടെ 2 ബുക്കുകളായിരുന്നു. പിന്നെ അങ്ങനെ ഇന്ന ആളുടേന്നില്ല കേട്ടോ. എനിക്ക് ഭാഗവതമൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കും. എനിക്ക് കേൾക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. കുറേ കൂടി മനസ്സിൽ നിൽക്കുന്നത് കേൾക്കുന്നത് തന്നെയാണ്. അതിപ്പോൾ ഒരാളുടെ അല്ല, പലരുടെയും മാറി മാറി കേൾക്കും. ടെക്നോളജി ഒക്കെ കുറെ മാറുന്നുണ്ടല്ലോ. അപ്പൊ സിനിമയുടെ ഇപ്പം മാം ഫസ്റ്റ് ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് ആ ഒരു ടൈം ഏതായിരുന്നു? ഈ പുതിയ ടെക്നോളജി ഒക്കെ വന്നതിന് ശേഷമാണോ? അതെ. സീരിയലിലാണെങ്കിൽ ഈ മഴവിൽ മനോരമയിൽ വന്ന സീരിയലിന് വേണ്ടിയിട്ടാണ് ആദ്യം. സിനിമയിലാണെങ്കിൽ തൃശ്ശൂർ പേരുക്ലിപ്പത്തിന്. അപ്പം ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ. അതിന് ശേഷമാണെങ്കിലും ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോയി സ്ക്രീനിൽ കാണാം. അപ്പൊ നമ്മൾ തന്നെ അനാലിസ് ചെയ്യും, വേണ്ടായിരുന്നു ഒന്നുകൂടെ മാറ്റണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഡയറക്ടേഴ്സ് ആക്ട്രസ് ആണ് മിക്കവാറും എല്ലാം. ഇവൻ ഇതിൽ പോലും നമ്മുടെ ആ അടുക്കളയിലെ സീനൊക്കെ ഞാൻ ജിത്തു പറഞ്ഞ പോലെ പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുക, ഇപ്പം ആ ചായ ഇങ്ങനെ കുടിച്ചിട്ട് കിട്ടുന്ന ആ ഒരു ശബ്ദം, അതൊക്കെ ജിത്തു തന്നെയാണ് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്നതുപോലെ എന്ന് പറഞ്ഞിരുന്നൊക്കെ ജിത്തു തന്നെ അവരുടെ തന്നെയാണ്. നമ്മളൊരാളെ എപ്പോഴും റോൾ മോഡലാക്കി വെക്കുമല്ലോ. അപ്പം ഏതൊരു ആക്ട്രസിനെയാണ് എനിക്ക് ഇന്നയാളെ പോലെ ആയാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ളത്? അതുപോലെ എനിക്ക് ആവണം ആഗ്രഹമൊക്കെ? കൽപ്പന ഉർവശി തന്നെയാണ് എനിക്ക്. കോമഡി അങ്ങനെ ഉർവശിയുടെ ജെ ബേബി കണ്ടു കഴിഞ്ഞാൽ കോമഡി അല്ലല്ലോ, എന്താ വെറുതെ നടക്കുന്ന കണ്ടാൽ മതിയല്ലോ. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുന്ന കണ്ട അതിലുണ്ടെല്ലാം. അപ്പോൾ അതുപോലെയൊക്കെ അഭിനയിക്കാൻ പറ്റിയ വലിയ ഭാഗ്യ. ഭാവിയില് പലരും കമന്റിലൊക്കെ ഞാൻ കണ്ടിട്ട് ഭാവിയിലെ കവിയൂർ പൊന്നമ്മ മീൻസ് അങ്ങനെ ഒരുപാട് ഫേസിന്റെ അവരൊക്കെ എന്താ പറയാ, ജം എന്ന് തന്നെ പറയാം. അങ്ങനെ ആരെയും പോലെ അവരുടെ കുറച്ച് കഴിവുകൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ളത് ഇവർ രണ്ടുപേര് തന്നെയാണോ? അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഇവരുടെ ഇത്ര സ്പോണ്ടേനിയസ് ആയിട്ടാണ് ഉർവശിയും കൽപ്പനയൊക്കെ ചെയ്തത്. അത് എപ്പോഴും ഓർക്കാം. പിന്നെ കാണുന്നവരൊക്കെ പറയാം അതേപോലെ ഞാനീ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ അതേപോലെയാണെന്ന് എപ്പോഴും കാണുന്നവരൊക്കെ പറയും. അപ്പം അവരെയാണ് കൂടുതൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടില്ല.